ഹായ് ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഡേ ഒന്ന് കണ്ടാലോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് എന്ന് നല്ല രസമായിട്ട് തോന്നിയിട്ടോ. നമ്മുടെ വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ആ പക്ഷികൾ പറക്കുന്നു നോക്കിയേ, എന്ത് രസമല്ലേ. അത് നല്ല താഴെ കൂടെ പറക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. എനിക്ക് നല്ല രസമായിട്ട് തോന്നിയിട്ടോ. അങ്ങനെ ജോലി കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഇതേ നമ്മൾ ടയറൊന്ന് മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വണ്ടിയുടെ ഫ്രണ്ട് ടയർ നല്ല മോശമായി എന്ന് ഏട്ടൻ കുറേ ദിവസമായിട്ടോ പറയുന്നു. അപ്പോൾ അതൊന്നും മാറ്റാമെന്ന് വെച്ച് വന്നതാണേ. ഈ വക കാര്യങ്ങളൊന്നും എനിക്ക് യാതൊരു എക്സ്പീരിയൻസും ഇല്ല കേട്ടോ. പക്ഷേ ഏട്ടൻ നിർബന്ധം ഞാൻ തന്നെ പോയിട്ട് മാറ്റണമെന്ന്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനത്തെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണമല്ലോ. അതുകൊണ്ടായിരിക്കും വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും എന്നെക്കൊണ്ട് തന്നെ ചെയ്യിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ പുക ടെസ്റ്റിനൊക്കെ ഞാൻ തന്നെയാണ് കൊണ്ടുപോകാറുള്ളത്. അങ്ങനെ നമ്മൾ ഓരോന്ന് പഠിച്ചു വരുന്നു. ടയർ മാറ്റാനായി ചെന്നപ്പോൾ എനിക്ക് എന്തൊക്കെ ചോദിക്കേണ്ടതെന്ന് വരെ അറിയില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ടയറൊന്ന് മാറ്റണം, എത്ര രൂപയാവുമെന്ന് മാത്രമേ ചോദിച്ചായിരുന്നുള്ളേ. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് ടയറൊക്കെ കുട്ടപ്പനാക്കി ബാക്ക് ടയറിൻ്റെ ടയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. 1500 രൂപയാണ് വാങ്ങിച്ചത്. ഇത് കൂടുതലാണോ കുറവാണോന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ബുദ്ധി കൂടുതൽ കൊണ്ട് ഞാൻ ടയർ ഏത് കമ്പനിയാണെന്ന് പോലും ചോദിച്ചില്ല ഗൈസ്. എന്തായാലും ടയർ മാറ്റി ഇപ്പോൾ ഓടിക്കാനൊക്കെ ഒരു സുഖമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കടയിൽ കയറിയിരിക്കുകയാണേ. അങ്ങനെ അവിടെ കയറിയപ്പോൾ ഇതേ വെറൈറ്റി ആയിട്ടൊരു മിഠായി കണ്ടു. ഞാനിത് ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് വാങ്ങിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു 10 പാക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പോൾ നമ്മളത് വാങ്ങിച്ചിട്ടുണ്ടേ. നമ്മുടെ കുഞ്ഞിന് കൊടുത്ത പ്രശ്നമാകുമെന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ ഇല്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കൊണ്ടുപോയി നോക്കാം. അങ്ങനെ വീട്ടിൽ വന്നു. ഇതേ മിഠായിയൊക്കെ ഓരോ വഴിക്ക് പോയി. അവന് നല്ല ഇഷ്ടമായി കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊരു ചോക്ലേറ്റ് തന്നെയാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ്. അവന് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. കഴിക്കാൻ നല്ല രസമുണ്ടെന്ന് തോന്നുന്നു. അവൻ തുള്ളിച്ചാടുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ അവൻ കഴിക്കണുണ്ടപ്പോൾ. എനിക്ക് നല്ല വിശപ്പുണ്ട് ഗൈസ്. എന്തെങ്കിലുമൊക്കെ കഴിക്കണം. കുളിച്ചിട്ട് വേണം. കുളിക്കാനും അലക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടികൾ നോക്കാം. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കിച്ചൺ കയറിയപ്പോൾ രാവിലത്തെ ഇഡ്ഡലി ഇരിക്കുന്നുണ്ടായിരുന്നു. സാമ്പാറും ചമ്മന്തിയും ഒക്കെ കൂടി 2 ഇഡ്ഡലിയും പ്ലേറ്റിലാക്കിയത് ഞാൻ പുറത്ത് വന്നിരിക്കുകയാണ്. നല്ല അടിപൊളി കട്ടൻ ചായ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടായിട്ടുള്ള കട്ടൻ ചായ. കുളി കഴിഞ്ഞിട്ട് ഇങ്ങനെ ചായ കുടിക്കാൻ നല്ല രസമാണല്ലേ. അപ്പോൾ രാവിലത്തേക്കാളും ഇഡ്ഡലിക്ക് നല്ല ടേസ്റ്റ് തോന്നി. വിശപ്പുള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ, സീ യു.